നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ജീവിതത്തിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സ്ഥായിയായ ശാന്തിയാണ്. നമ്മുടെ എല്ലാം കർമ്മങ്ങളുടെ ലക്ഷ്യവും അതാണ്. പക്ഷെ എത്ര പ്രയത്നിച്ചിട്ടും ലഭിക്കാത്തതും അത് തന്നെ. എന്നാൽ ഭഗവാൻ പറയുന്നു, ആത്മജ്ഞാനമാണ് ഏറ്റക്കുറച്ചിലില്ലാത്ത ശാന്തിയെ തരുന്നതെന്ന്. ഞാൻ ഈ ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, മറിച്ച് ഇതിൻ്റെ എല്ലാം സ്വരൂപമായിരിക്കുന്ന, സാക്ഷിയായിരിക്കുന്ന, വൃദ്ധിക്ഷയരഹിതമായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന ആത്മാവാണ് എന്ന നേരിട്ടുള്ള അനുഭവമാണ് നമുക്ക് പരമമായ ശാന്തിയെ തരുന്നത്. ആ സാക്ഷാത്കാരമാണ് ഒരിക്കലും നഷ്ടപ്പെടാത്ത ശാന്തിയെ നൽകുന്നത്. അത് കേവലം ബുദ്ധിയിലോ മനസ്സിലോ ഒതുങ്ങുന്ന അറിവല്ല, മറിച്ച് അത് ബുദ്ധിക്കും മനസ്സിനും അപ്പുറമാണ്. ശ്രദ്ധയോടെ താൽപ്പര്യപൂർവ്വം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവർക്ക് മാത്രമേ ഈ അറിവ് ലഭിക്കൂ. ഇനി ഗുരുവചനം കേൾക്കാം. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാനാണ് മന്ത്രം. അല്ലാതെ മന്ത്രം കൊണ്ട് ഈശ്വരനെ തൃപ്തിപ്പെടുത്താനല്ല. ഈശ്വരന് എന്തിനാണ് മന്ത്രം? അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. പ്രാതർനമാമി തമസഃ പരമർക്കവർണം പൂർണം സനാതനപദം പുരുഷോത്തമാഖ്യം യസ്മിന്നിദം ജഗദശേഷമശേഷമൂർത്തൗ രജ്വാം ഭുജംഗമൈവ പ്രതിഭാസിതം വൈ പ്രാതർനമാമി തമസഃ പരമർക്കവർണം പൂർണം സനാതനപദം പുരുഷോത്തമാഖ്യം യസ്മിന്നിദം ജഗദശേഷമശേഷമൂർത്തൗ രജ്വാം ഭുജംഗമൈവ പ്രതിഭാസിതം വൈ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ്. ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്തോത്രത്തിൽ 1-ാം ശ്ലോകത്തിൽ മനസ്സുകൊണ്ട് സ്മരിച്ച്, 2-ാം ശ്ലോകത്തിൽ വാക്കുകൊണ്ട് ഭജിച്ച്, 3-ാം ശ്ലോകത്തിൽ ശരീരം കൊണ്ട് സ്മരിച്ചു. 3 വിധ കാരണങ്ങൾ കൊണ്ടും ഞാൻ ആരാധിക്കുന്നു അല്ലെങ്കിൽ ഭജിക്കുന്നു എന്നാണ്.
ഇരുട്ടിനുപരിയുള്ള സൂര്യശോഭയോട് കൂടിയ പൂർണ്ണമായ സനാതന പദത്തെ ഞാൻ സ്മരിക്കുന്നു. സനാതനമെന്നാൽ ഒരിക്കലും നശിക്കാത്തതാണ്. ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണാ സ്തോത്രത്തിലെ 3-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ശ്രീ ശങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രത്തിൽ 3-ാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. 1-ാം ശ്ലോകത്തിൽ ഞാൻ സ്മരിക്കുന്നു എന്നും 2-ാം ശ്ലോകത്തിൽ ഭജിക്കുന്നു എന്നും 3-ാം ശ്ലോകത്തിൽ നമിക്കുന്നു എന്നുമാണ് ക്രിയാപദം. ഭജിക്കുക എന്നുള്ളതിന് സേവിക്കുക എന്നർത്ഥം. സേവിക്കുക ശരീരം കൊണ്ടാവാം, വാക്കുകൊണ്ടാവാം, മനസ്സുകൊണ്ടാവാം. എങ്കിലും സാമാന്യമായിട്ട് വാക്കുകൊണ്ട് ഭജനകൾ ചെയ്യുന്നു. സ്മരണം എപ്പോഴും മനസ്സുകൊണ്ടാണ്, അന്ധകരണത്തെ കൊണ്ടാണ്. അപ്പോൾ 1-ാം ശ്ലോകത്തിൽ മനസ്സുകൊണ്ട് സ്മരിച്ചു, 2-ാം ശ്ലോകത്തിൽ വാക്കുകൊണ്ട് ഭജിച്ചു, 3-ാം ശ്ലോകത്തിൽ നമിക്കുകയാണ്. നമസ്കരിക്കുന്നത് എപ്പോഴും ശരീരം കൊണ്ടാണ്. അപ്പോൾ 3 വിധ കരണങ്ങളെ കൊണ്ടും ഞാൻ ആരാധിക്കുന്നു എന്നാണ് സ്മരിക്കുന്നു, ഭജിക്കുന്നു, നമിക്കുന്നു എന്നീ 3 പദങ്ങളെ ചേർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും പ്രഭാതത്തിൽ നമിക്കുന്നു അഥവാ ആദ്യമായി തന്നെ നമിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഇരുട്ടിനുപരിയുള്ള സൗരശോഭയോടുകൂടിയ, സൂര്യവർണ്ണത്തോടുകൂടിയ പൂർണ്ണമായ സനാതന പദത്തെ ഞാൻ നമിക്കുന്നു എന്നാണ്. എന്താണ് ഈ സനാതന പദം? പദമെന്നാൽ പാദമെന്നർത്ഥം, പദമെന്നാൽ സ്ഥാനമെന്നർത്ഥം, പദമെന്നാൽ വാക്കെന്നും അർത്ഥം. ഇതെല്ലാം ഇവിടെ യോജിക്കും. സനാതനമെന്നാൽ ഒരിക്കലും നശിക്കാത്തത്. സനാഥ് എന്നതിന് നാശരഹിതമെന്നർത്ഥം. ഇപ്പം നാശരഹിതമെന്ന ഭാവം ഉള്ളതാണ് സനാതനം. ഒരിക്കലും നശിക്കാത്തത്, കാലത്താൽ ബാധിക്കപ്പെടാത്തത്. ആ അർത്ഥത്തിലാണ് അച്യുതം എന്നൊക്കെ നേരത്തെ പറഞ്ഞു. ഒരിക്കലും ച്യുതിയില്ലാത്ത, അജം അച്യുതം, ജന്മരഹിതമായ, നാശരഹിതമായ എന്ന്. അപ്പം സനാതനമായ ഒരിക്കലും നശിക്കാത്ത പദം സ്ഥാനം. മറ്റെല്ലാ പദങ്ങളും സ്ഥാനങ്ങളും തത്കാലത്തേക്ക് മാത്രമുള്ളതാണ്. ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, വളരുന്നു, മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു, തളരുന്നു, നശിക്കുന്നു. ഇങ്ങനെ ഷഡ്ഭാവ വികാരങ്ങളിലൂടെ കറങ്ങുന്നതാണ് എല്ലാ പദങ്ങളും. എന്നാൽ യാതൊരു സ്ഥാനമാണോ സനാതനമായത്, ഒരിക്കലും നശിക്കാത്തത്, അതിന് സനാതന പദം പറയാം. യാതൊന്നിലേക്ക് എത്തിച്ചേരുന്നുവോ അത് പദ്യതേ. ഇത് ഈ പദം എന്നുള്ള അർത്ഥം പറഞ്ഞാൽ സ്ഥാനം, അപ്പോഴും സനാതന പദം. ഇനി വാക്ക് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ സനാതനമായ വാക്ക്, ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും പറഞ്ഞു തീരാത്ത, ഒരിക്കലും പൂർണ്ണമായി എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയാത്ത, വ്യവഹാരത്തിനുപരി നിലകൊള്ളുന്ന വാക്ക്. സനാതന ശബ്ദം ബ്രഹ്മപര്യായമായിട്ടും ഈശ്വരപര്യായമായിട്ടുമൊക്കെ ശാസ്ത്രങ്ങളിൽ ധാരാളം പ്രയോഗിച്ചിട്ടുണ്ട്. സനാതനോയം, ഇവൻ സനാതനനാണ് എന്നൊക്കെ. ശാശ്വതോയം, ശാശ്വതനാണ് എന്നൊക്കെ. അങ്ങനെയുള്ള സനാതന പദത്തെ ഞാൻ നമിക്കുന്നു. തുടർന്ന് പറയുകയാണ് പുരുഷോത്തമാഖ്യം. പുരുഷോത്തമൻ എന്ന ആഖ്യ പേര് ആർക്കുണ്ടോ അവൻ. അങ്ങനെ പുരുഷോത്തമാഖ്യമായതിന് വേദത്തിൽ പുരുഷോത്തമ ശബ്ദം വൈദിക ശാസ്ത്രങ്ങളിൽ പ്രസിദ്ധമാണ്. ഉപനിഷത്ത് സാരമായ ഗീത പരമാത്മാവിനെ പുരുഷോത്തമ ശബ്ദം കൊണ്ട് പറയുന്നു. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത എന്ന്. പരമാത്മാവാണ് പുരുഷോത്തമൻ എന്നർത്ഥം. പുരുഷനും ഉത്തമനുമായവൻ പുരുഷോത്തമൻ. പുരുഷൻ എന്നാൽ എന്തിനാൽ എല്ലാം പൂർണ്ണമാണോ അവനാണ് പുരുഷൻ. പൂർണ്ണം അനേന സർവം ഇതി പുരുഷ. എല്ലാം എന്തിനാൽ പൂർണ്ണമോ അത് പുരുഷൻ. അഥവാ
പൂർണ്ണത്വാത് പുരുഷ, സ്വയം പൂർണ്ണനായവൻ പുരുഷൻ. അതുമല്ലെങ്കിൽ പുരുഷു ശേതേ ഇതി പുരുഷ, ശരീരങ്ങളിൽ നിവസിക്കുന്നവനാരോ ആത്മഭാവേന അവൻ പുരുഷൻ. ഇങ്ങനെയൊക്കെ പുരുഷ ശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. പുരുഷനും ഉത്തമനുമായവൻ, ഉത്തമൻ ഏറ്റവും ഉയർന്നവനാണ്, ഏറ്റവും ഉയർന്നവൻ, ശ്രേഷ്ഠൻ എന്നർത്ഥം. ഏറ്റവും ഉയർന്നവനെയാണ് നമ്മൾ ഉത്തമൻ എന്ന് പറയുക. അപ്പോൾ പുരുഷനും ഉത്തമനുമായവനാരോ അവൻ പുരുഷോത്തമൻ, അഥവാ പുരുഷരിൽ ഉത്തമനായവൻ. സകല ജീവരാശിയിലും ക്ഷേത്രജ്ഞഭാവത്തിൽ, ജീവാത്മഭാവത്തിൽ ഏതൊരു ഉത്തമനാണോ പരമാത്മാവാണോ നിവസിക്കുന്നത് അവനാണ് പുരുഷോത്തമൻ. ഇങ്ങനെ അനേകം ദൃഷ്ടികളിലൂടെ നമുക്ക് അർത്ഥങ്ങളെ കാണാം. ഏതായാലും പുരുഷോത്തമൻ എന്ന് പേരുള്ള ആ സനാതനനെ, പൂർണ്ണനെ, അർക്കവർണ്ണനെ, അന്ധകാരത്തിനുപരിയുള്ളവനെ ഞാനിതാ നമിക്കുന്നു എന്ന് പറയുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാകേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നതും ഇനി കേൾക്കാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കൊത്തുപണികളും ആർട്ട് വർക്കുമൊക്കെ വളരെ പ്രസിദ്ധമാണ്, വളരെ മനോഹരവുമാണ്. അപ്പോൾ അവിടെ കുലശേഖര മണ്ഡപം അല്ലെങ്കിൽ 1000 കാൽ മണ്ഡപം, അത് വലിയ ബലിക്കല്ലിന് മുമ്പ് കൊടിമരത്തിൻ്റെ കഴിഞ്ഞാൽ ഒരു അഴിയിട്ട ഭാഗമുണ്ട്, ഒരു ഭാഗം ഇടത്ത് വശത്ത്. അതാണ് ഈ 1000 കാൽ മണ്ഡപം അല്ലെങ്കിൽ കുലശേഖര മണ്ഡപം. 24 വലിയ തൂണുകളിലുള്ള അതിമനോഹരമായ ശില്പങ്ങളും അതിമനോഹരമാണ് അവിടെ. അതിപ്പോൾ അധികം ആളുകൾ അത് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ അവിടെ 4 മൂലയിലും ഓരോ ക്ലസ്റ്റർ ഓഫ് കരിങ്കല്ല് തൂണുകളുണ്ട്. ആ തൂണുകൾ സംഗീത തൂണുകളാണ്. സംഗീതധ്വനി, ചില പെർക്കഷൻ ഇൻസ്ട്രുമെൻസിൻ്റെ തട്ടുമ്പോൾ അതിൻ്റെ ധ്വനി വരും. ആകെ ഭാരതത്തിൽ 11 ക്ഷേത്രങ്ങളിലാണ് ഈ മ്യൂസിക്കൽ പില്ലേഴ്സ് ഉള്ളത്. അതിലേറ്റവും പ്രസിദ്ധം ശുചീന്ദ്രത്തെയാണ്. അപ്പോൾ അതിൽ 2 എണ്ണം കേടുപാടുകളൊക്കെ വന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ കുട്ടിയായിരിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഇത് കൊട്ടാനായിട്ട് അങ്ങനെ സമ്മതിക്കുന്നില്ല, പേടിച്ച്. എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ തിരിച്ച് വയ്ക്കാനുള്ള ആർക്കും അറിയാൻ വയ്യ. അപ്പോൾ ബാക്കി 9 ക്ഷേത്രങ്ങളിലുണ്ട്. ഒന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്, 4 സൈഡിലും ഉണ്ട് കുലശേഖര മണ്ഡപത്തിൽ. പിന്നെ അതുപോലെ തന്നെ അനന്തപത്മനാഭ മൂത്താശാരിയുടെ വലിയ പ്രതിമ, അത് എത്ര പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ. ശിവേലിപ്പുര കയറുന്നതിന് മുമ്പാണത്. അത് മറ്റേ നാടകശാല മുഖക്കൂടെ കിഴക്കേ നടയിൽ കൂടെ അകത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയ കോറിഡോറുണ്ട്. ആ കോറിഡോറിൽ കൂടെയാണ് ശിവേലിപ്പുരയിലേക്ക് പോകുന്നത്. ആ ചെറിയ കോറിഡോറിലേക്ക് നടന്നു വരുമ്പോൾ ഇടത്ത് വശത്ത് ആദ്യത്തെ തൂണിൽ ഒരു വലിയ പൊക്കത്തിലുള്ള തൊഴുതുകൊണ്ട് നിൽക്കുന്ന രൂപമുണ്ട്. ബാക്കിയുള്ള കൊത്തുവേല പോലെയല്ല, സ്കൾപ്ചേഴ്സ് പോലെയല്ല, വലിപ്പം കൂടുതലുണ്ട്, പ്രൊപ്പോർഷൻ ഡയമെൻഷൻ. അത് അനന്തപത്മനാഭ മൂത്താശാരി. ഒരിക്കൽ ശിവേലിക്ക്, അന്ന് ശിവേലിപ്പുര ഇല്ല, ശിവേലിപ്പാത. ഒരിക്കൽ ഭഗവാന്മാരെ എഴുന്നള്ളിച്ചപ്പോൾ മഴ പെയ്തു. അന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, മേക്കർ ഓഫ് മോഡേൺ ട്രാവൻകൂർ, തിരുമനസ്സാണ്. അപ്പോൾ തിരുമനസ് ഇങ്ങനെ ആകാശത്തിൽ നോക്കി പറഞ്ഞു, ഭഗവാന്റെ അനുവാദമുണ്ടെങ്കിൽ അടുത്ത ഉത്സവമാകുമ്പോഴത്തേക്ക് ഒരു കൂര ചെയ്ത് തന്നേക്കാം. അങ്ങനെ അപ്പോൾ തുടങ്ങിയ പണിയാണ്. 10,000 വർക്ക്മെനാണ് ഇൻ റൊട്ടേഷൻ, പകൽ ജോലി ചെയ്തു. 6,000 മൂത്താശാരിമാർ, 4,000 അല്ലാത്ത ആശാരിമാർ, 100 ആന, ഇങ്ങനെ നിരന്തരം ജോലി ചെയ്ത് അടുത്ത ഉത്സവമായപ്പോഴത്തേക്ക് ഈ ഭീമാകാരമായ ശിവേലിപ്പുര തീർത്തപ്പോൾ തിരുമനസ്സിന് അങ്ങ് അറ്റത്തെ സന്തോഷം, സംതൃപ്തനായി.
അതിൻ്റെ തലവാനാണ് അനന്തപത്മനാഭ മൂത്താശാരി. മൂത്താശാരിയുടെ പറയുന്നത്, മൂത്താശാരിക്ക് ഇനി ഞാൻ എന്താ തരണ്ട, ഇത് പണം കൊടുത്തു, പട്ട് കൊടുത്തു, സ്വർണ്ണവള കൊടുത്തു, അട്ടത്തോട് വള ഒക്കെ കൊടുത്തു, എന്നിട്ടും തൃപ്തി വരുന്നില്ല. എനിക്ക് പോരാന്ന് തോന്നുന്നു, ഞാൻ എന്ത് ചെയ്യും, അങ്ങ് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തിരുമനസ് അടിയന് ഒരു സ്ഥാനം തരണം അമ്പലത്തിനകത്ത്. അടിയൻ്റെ ഇടത്തെ കണ്ണുകൊണ്ട് ഭഗവാനെയും വലത്തെ കണ്ണുകൊണ്ട് തിരുമനസിനെയും കാണത്തക്കൊണ്ട് ഒരു സ്ഥാനം. അടുത്ത മിനിറ്റ് തിരുമനസ് സ്ഥാനം നിശ്ചയിച്ചു. അവിടെ നിൽക്കുന്ന ഇപ്പോൾ മൂത്താശാരിയുടെ ആ പടമുണ്ടല്ലോ, അതിൽ നിൽക്കുന്നത് ഇടത്തെ കണ്ണ് അവിടെ ശിവേലിക്ക് എഴുന്നള്ളിച്ച് വന്ന കിഴക്കേനടയിലെ ഉത്സവ സമയത്ത് വന്ന് ആദ്യത്തെ കിഴക്കേനടയിലെ ദീപാരാധന. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ഇവിടെയാണ് തിരുമനസ് നിൽക്കുന്ന, ഇവിടെയാണ് നടുക്കാണ് മൂത്താശാരി നിൽക്കുന്നത് തൊഴുതുകൊണ്ട്. അങ്ങനെ മൂത്താശാരിക്ക് സ്ഥാനം കൊടുത്തു. അവിടെ മാത്രമല്ല, ഇതിൻ്റെ ചുറ്റിനും പോവുകയാണെങ്കിൽ മൂത്താശാരിയുടെ ഭാര്യയുണ്ട്, മകനുണ്ട്, സഹോദരനുണ്ട്. പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് മൂത്താശാരിയുടെ കോല്. ആശാരിമാർക്ക് കോലാണല്ലോ, ആ കോലും അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇത്ര നീളത്തിൽ ആ കോല് അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ആ സ്ഥാനം ഉണ്ട്. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നീലമേഘങ്ങൾക്ക് താഴെ ഭഗവാൻ കൃഷ്ണന്റെ മുരളീരവങ്ങളിൽ സദാ ആനന്ദിച്ചു കിടക്കുന്ന ഗ്രാമമാണ് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്തുള്ള കുളനട ഗ്രാമപഞ്ചായത്തിലെ ഉളനാട് എന്ന ഗ്രാമം. മോക്ഷവഴികളിലേക്കുള്ള പ്രദക്ഷിണയാത്രയാണിത്. ഈ നിർമ്മലമായ വഴികളിലൂടെ നടക്കുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാവുന്നു. മരങ്ങൾക്കപ്പുറത്തെ മഞ്ഞുമറകളിലേക്ക് സൂര്യഭഗവാൻ പ്രകാശം വർഷിച്ചു തുടങ്ങുമ്പോൾ തന്നെ പ്രഭാത പൂജകൾ കഴിഞ്ഞ് ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് മണികൾ മുഴങ്ങി. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് സ്വന്തമായി ഒരു ക്ഷേത്രം വേണമെന്ന നാട്ടുകാരുടെ തീവ്രമായ ആഗ്രഹത്തിന്റെ സഫലീകരണം തന്നെയാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഭഗവാന്റെ ബാലരൂപമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കുട്ടിക്കൃഷ്ണനെ പോലെ തന്നെ ലളിതവും സുന്ദരവുമാണ് ക്ഷേത്രത്തിന്റെ മാതൃകയും. ഈ ചെറുഗ്രാമത്തിന്റെ ദ്വാരകാപുരിയും വൃന്ദാവനവും ശാന്തിതീരവുമെല്ലാം ഈ ക്ഷേത്രം തന്നെ. ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളാൽ ഇവിടുത്തെ ഓരോ ജന്മങ്ങളും ധന്യമാകുന്നുവെന്ന് തന്നെയാണ് ഇവിടുത്തെ ഓരോ ചരാചരങ്ങളുടെയും വിശ്വാസം. ഇവിടെ ദർശനം നടത്തുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് പല ഭാവത്തിൽ തന്നെയാണ്. ചില ഹൃദയങ്ങൾ മധുരാപുരിയും ദ്വാരകയുമാകുമ്പോൾ മറ്റു ചില ഹൃദയങ്ങളിൽ സ്വയം ദേവകിയും യശോദയും രാധയും മീരയുമൊക്കെയാകുന്നു. എന്നാൽ ഇനി ചിലർ കുചേലനും വസുദേവരുമാകുന്നു. അങ്ങനെ പല വിസ്മയങ്ങളിലൂടെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഭഗവാൻ ആനന്ദത്തിൽ ആറാടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അവതാര ലീലകൾ പറയുവാനും പാടാനും ഇവിടുത്തെ ഓരോ ഭക്തർക്കും 1000 നാവാണ്. അങ്ങനെ പല വിസ്മയങ്ങളിലൂടെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഭഗവാൻ ആനന്ദത്തിൽ ആറാടിക്കുന്നു എന്നതാണ് പരമാർത്ഥം. ഉച്ചപൂജകൾ കഴിഞ്ഞു നടയടച്ചു. ഭഗവത് ദർശനത്താൽ വെണ്ണ പോലെയായ ഹൃദയം ശാന്തിയുടെ മഹാസംഗീതങ്ങളിലൂടെ നാരായണ മന്ത്രങ്ങൾ ചൊല്ലി.
ഭഗവാന് സമർപ്പിക്കുവാനുള്ള പൂക്കളുമായി ഗ്രാമവഴികളിൽ നിന്ന് കുട്ടികൾ ക്ഷേത്രത്തിലേക്ക് വരവായി. കണ്ണൻ്റെ കുസൃതികൾ തന്നെയാണ് ഓരോ മുഖങ്ങളിലും. തുളസിയും തെച്ചിപ്പൂക്കളുമൊക്കെ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണല്ലോ. ഈ പൂക്കൾ പോലെ വിശുദ്ധമാണ് ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയവും. അതുകൊണ്ട് തന്നെ ഈ പൂക്കളോടൊപ്പം അവരുടെ ഏറ്റവും വിശുദ്ധമാർന്ന ഹൃദയവും ഭഗവാന് തന്നെ സമർപ്പിക്കുകയാണ്. സന്ധ്യകളുടെ സങ്കീർത്തനങ്ങളിലേക്ക് പ്രകൃതി ഒരുങ്ങുമ്പോൾ പ്രദക്ഷിണ വഴികളിൽ നാമജപങ്ങൾ നിറഞ്ഞു. ക്ഷേത്രത്തിൻ്റെ പടവുകളിലും ഓരോ കോണുകളിലും ദീപങ്ങൾ തെളിഞ്ഞു. ഭഗവാന്റെ ശരീരഭാഗങ്ങൾ മിന്നിത്തിളങ്ങുന്നതുപോലെ ക്ഷേത്രത്തിൻ്റെ ഓരോ അംശങ്ങളിലും പ്രകാശം നിറയുമ്പോൾ ദീപങ്ങൾ സമർപ്പിക്കുന്ന ഭക്തന്റെ ആത്മാവിനുള്ളിലേക്കും പ്രകാശം പരക്കുകയായി. ദ്വാപര നീലിമയാർന്ന സന്ധ്യയിലേക്ക് ഗോപികമാരെത്തി. അവർ കലകളുടെ കോടീരമായ ഭഗവാന് മുന്നിൽ കലാർച്ചനകൾ സമർപ്പിച്ചു. ഉളനാട് ഗ്രാമത്തിൻ്റെ ഓരോ തന്മാത്രകളിലും വേണുഗാനം നിറച്ച് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ആത്മാവും മനസ്സും ശ്രീകോവിലിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ ഹൃദയ സരസ്സുകളിലേക്ക് സോപാന സംഗീതം ഒഴുകിയെത്തി. ശ്രീകോവിൽ തുറന്നു. ഉണ്ണിക്കണ്ണൻ്റെ ചിരിയിൽ ഭക്തഹൃദയങ്ങൾ സർവ്വതം മറന്നു. ജന്മതീരങ്ങളിലൂടെ യമുന ഒഴുകുകയാണ്. യമുനയിൽ വീണ മുളന്തണ്ടുപോലെ ഓരോ ഭക്തമാനസങ്ങളും ദ്വാപരങ്ങളിലേക്ക് ഒഴുകിയിറങ്ങി. ഉളനാട് സർവചൈതന്യങ്ങളോടെ പ്രഭാപൂരിതമായി. സർവചരാചരങ്ങളിലും കണ്ണൻ നിറഞ്ഞു നിന്നു. എൻ്റെ കൃഷ്ണ, നന്ദനന്ദന, നിന്റെ ദർശന സൗഭാഗ്യങ്ങളാൽ ഞങ്ങളുടെ ഓരോ ദിനങ്ങളും ധന്യമാവുക തന്നെയാണ്. നിന്റെ നീലിമയാർന്ന ചിരി, അമൃതമായ മുരളീരവം, ആനന്ദ നടനം, അങ്ങനെ സർവവും നീയാകുമ്പോൾ ഈ ഗ്രാമം വൃന്ദാവനമാവുക തന്നെയാണ്. അമ്പാടിയിലെന്ന പോലെ നിന്റെ ഹൃദയം ഞങ്ങൾക്കും തരൂ. അങ്ങനെ ഞങ്ങളുടെ ജന്മങ്ങളും ധന്യമാകട്ടെ. എൻ്റെ കൃഷ്ണ, കണ്ടു കൊതി തീരുന്നില്ലല്ലോ. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നൽകിയ ആത്മീയ ആനന്ദത്താൽ മനസ്സു നിറഞ്ഞു. എൻ്റെ കണ്ണ, ജന്മജന്മാന്തരങ്ങളുടെ തുടർച്ച പോലെ ഇനിയും ഞാൻ നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും.